ഭയങ്കര മൂഡ്. ദൈവമേ ഞങ്ങൾക്കെന്തിനീ വിധി, ദൈവമേ ഞങ്ങൾക്കെന്തിനീ വിധി. കൂട്ടക്കരച്ചിൽ, AKG സെന്ററിൽ കൂട്ടക്കരച്ചിൽ. എന്ത് കാര്യത്തിന്? ഞങ്ങൾ അവിടെ മെസ്സിയെ ഇറക്കാൻ നോക്കി, ചീറ്റി. നിലമ്പൂരിൽ അമ്പൂക്ക യൂസഫ് പഠാനെ ഇറക്കുന്നു. അത് പിന്നെ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ്. പോയാൽ ക്രിക്കറ്റിൽ പഠിക്കുമെന്ന് അമ്പൂക്ക. അതെ, അതവര് തൃണമൂൽ കോൺഗ്രസ് നേതാവല്ലേ? തൃണമൂൽ കോൺഗ്രസ് നേതാവല്ലേ? ക്രിക്കറ്റ് എന്നതിലുപരി തൃണമൂൽ കോൺഗ്രസ് നേതാവ്. അതുകൊണ്ട് യൂസഫ് പഠാൻ വരുന്നു. ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ലല്ലോ, ഇവിടുത്തെ കായിക പ്രേമികൾക്ക് മെസ്സി ഇറക്കാന്ന് രാഷ്ട്രീയമായിട്ടല്ലേ മെസ്സിയെ കൊണ്ടുവരാമെന്ന്. പിന്നെ മെസ്സിക്ക് എന്ത് രാഷ്ട്രീയം? മെസ്സി എന്ത് കമ്മ്യൂണിസ്റ്റ്? മെസ്സിക്ക് എന്ത് രാഷ്ട്രീയം? എന്ത് രാഷ്ട്രീയം? അപ്പൊ പറയുമ്പോ വ്യക്തമായിട്ട് പറയണം, എന്ത് രാഷ്ട്രീയം? പുളിക്കും. ഞങ്ങൾ 0.0ക്ക് മെസ്സിയെ കൊണ്ടുവരാനിരുന്നതാ. അതിനു മുന്നേ ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുന്നു അമ്പൂക്ക. ദേ യൂസഫ് പഠാനെ കൊണ്ടുവന്ന് ക്രിക്കറ്റ് പ്രേമികളെ ഇളക്കാനൊരു രാഷ്ട്രീയം. യൂസഫ് പഠാൻ. യൂസഫ് പഠാൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ക്രിക്കറ്റുകാർക്ക് രാഷ്ട്രീയം വരില്ല. ക്രിക്കറ്റ് പ്രേമികളുടെ ഉള്ളിൽ യൂസഫ് പഠാൻ. ഞങ്ങൾ വിരാട് കോഹ്ലിയെ കൊണ്ട് പറഞ്ഞോണ്ട് കൊണ്ടുവരും വിരാട് കോഹ്ലിയെ. നിങ്ങൾ പിന്നെ ലണ്ടനിൽ പോയല്ലേ? അല്ല, പിന്നെ ഞങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കറെ കൊണ്ടുവരും. അപ്പൊ ഞങ്ങൾക്ക് ശ്രീശാന്ത് ഉണ്ട്, ഞങ്ങൾക്ക് സഞ്ജു സാംസൺ ഉണ്ട്. ഞങ്ങൾ വിളിച്ചാരും വരില്ലെന്ന് മാത്രം. അത് ഞങ്ങൾ വിളിച്ചാൽ വരാത്തത്. ഞങ്ങളൊന്നും ഞൊടിച്ചാൽ മതി. അവര് പ്രത്യേകിച്ച് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഞങ്ങൾ വിളിച്ചാൽ ഒരു വട്ടിക്കുഞ്ഞുങ്ങളും വരുന്നില്ല. എന്ത് ചെയ്യാം? മെസ്സി തേച്ചതാ. മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. മെസ്സിയും യൂസഫ് പഠാനും ഒക്കെ വരുന്നത് അവിടെ നിക്കട്ടെ, അത് വേറൊരു കാര്യം. സ്വരാജിന് നല്ല എട്ടിന്റെ പണിയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെട്ടിന്റെ പണി? പുള്ളി അവിടെ ജയിക്കും. ഞങ്ങൾ ഫുൾ കോൺഫിഡൻസ്. ഒരെണ്ണം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആശാ വർക്കർമാർ കൂടോടെ ഇളകിയിട്ടുണ്ട്. വല്ലതും അറിഞ്ഞായിരുന്നോ? ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ ഇതിനെക്കാട്ടിയും വലിയ പ്രതിസന്ധികൾ. ഇവർക്ക് ആശാ വർക്കർമാരെ പേടിയില്ല. അതുകൊണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിൽ അവർ സമരം നടത്തിയപ്പോഴത്തേക്ക് ഇവരുടെ ഇരട്ടച്ചങ്കൻ പുറത്തേക്ക് പോലും ഇറങ്ങാതിരുന്നത്. ചേച്ചി പേടിയില്ലാത്തോണ്ടാണ്. നിലമ്പൂരൊക്കെ പോകാൻ കുറെ പൈസ ആവൂലേ പോണത്? അല്ല, അവര് കാശ് മുടക്കി പൊക്കോളാം. തിരുവനന്തപുരത്ത് നില്ലെന്ന്. തിരുവനന്തപുരത്ത് വന്ന് നിന്നിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണല്ലോ അവരിപ്പോ നിലമ്പൂരിലേക്ക് പോകുന്നത്. പിന്നിൽ ആരോ ഉണ്ട്. വരാത്ത എന്തെന്ന് നമ്മൾ ആലോചിച്ചോണ്ട് പിന്നിൽ ആരോ ഉണ്ട്. അല്ലാതെ അവർ പോകില്ല. വേറെ ആരും UDF ആയിരിക്കും. അതെ, ആയിരിക്കും. അല്ലെങ്കിൽ BJP. അതെ, അല്ലാതെ അവർ ഒറ്റയ്ക്ക് പോയില്ല. അതെ അവർക്ക് അവർ കാശ് കൊടുത്ത് UDF ഇറക്കിയത്. അവരാർക്കും വേണ്ടി പോണത്? അവരാർക്കും വേണ്ടി പോകുന്നതല്ല, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുതെന്നാണ് അവര് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ പേടിയൊന്നുമില്ല. ഞങ്ങൾക്ക് ആരും വോട്ട് ചെയ്യുന്ന നെഞ്ചം പിരിച്ചു പോകും. അതെ, ഞങ്ങളുടെ പ്രവർത്തന മികവ് കാരണം ഞങ്ങൾക്ക്. അയ്യോ, നിങ്ങളുടെ പ്രവർത്തന മികവിനെ കുറിച്ച് ആശാ വർക്കർമാരോട് പറയരുതേ. താഴെ തട്ടിലുള്ള വോട്ടുകൾ മിക്കവാറും ആശാ വർക്കർമാർ തേക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ വോട്ട് ആരുടെ പോക്കറ്റിലേക്ക് പോകും? UDFിലേക്കോ അതോ അമ്പൂക്കയ്ക്കോ പോകും? ഞങ്ങൾക്ക് പേടിയില്ലെന്ന്. കാരണം ഞങ്ങളെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കൊപ്പം ജനങ്ങൾ ശക്തിയായിട്ട് നിൽക്കും. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഞങ്ങൾക്ക് തൊഴിലാളി വർഗ പാർട്ടി, തൊഴിലാളി വർഗ പ്രസ്ഥാനം, തൊഴിലാളി വർഗ സർക്കാർ എന്നാണല്ലോ നിങ്ങൾ വെച്ച് കീച്ചുന്നത്. ഈ തൊഴിലാളികളായ ആശാ വർക്കർമാർ അപ്പോൾ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ അതായിരിക്കും ഒരു അനാവശ്യ സമരം. അനാവശ്യമായ ഈർക്കിൽ പാർട്ടിയുടെ സമരം. അതിന് അവരേതെങ്കിലും പാർട്ടിയുടെ കൊടി പിടിച്ചോണ്ടല്ലോ ആശാ വർക്കർമാര് പോയിരിക്കുന്നത്. പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് നടന്നു അവരുടെ സമരത്തിന്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ പേടിയില്ല. ഞങ്ങൾക്ക് UDFിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അത് ഞങ്ങൾ പറഞ്ഞോ? അല്ല, നിങ്ങൾ സാധാരണ അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. ഞങ്ങൾക്ക് അറിയാൻ അതിന്റെ പിന്നിൽ ആരോ ഉണ്ട്. പിന്നിൽ ആരോ ഉണ്ടെന്ന് പറയുമ്പോ ആരാന്ന് പറയണോ? അത് പിന്നെ ആരോ ഉണ്ട്. പിന്നിൽ ആരോ ഉണ്ട്. മൊത്തത്തിൽ നിലമ്പൂര് നിങ്ങൾക്ക് അടിയോടടിയാണല്ലോ. സ്വരാജ് സഖാവ് ഒരിക്കലും ഇല്ല. ഒരു ഊഞ്ഞാലും ഇല്ല. പുള്ളി ജയിക്കുമെന്നാണ് ഇപ്പൊ റിപ്പോർട്ട് വരുന്നത്. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ പുള്ളിക്ക് പൂർണ്ണ വിജയമായിരിക്കുമെന്ന്. വിജയിക്കുമെന്ന് ഇവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇവരുടെ ആൾക്കാരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്നെങ്കിൽ തീരുമാനിച്ചു. അത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ് കേട്ടോ. സാധ്യതയുണ്ട്. പുള്ളി തന്നെ ജയിക്കും. ഉള്ളൂ സാധ്യത പറയല്ലോ. സാധ്യതയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതേ സാധ്യത നിങ്ങൾ വടകരയിലും പറഞ്ഞായിരുന്നു. അത് അവിടെ 100% സാധ്യതയായിരുന്നു അവിടെ പറഞ്ഞത്. ആണോ? അത് സാരില്ല. ഞങ്ങൾ ഫുൾ കോൺഫിഡൻസ് ആണ്. ഞങ്ങൾ പ്രചാരണത്തിലൊക്കെ മുൻപന്തി തന്നെയുണ്ട്. സ്വരാജ് നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കും. വേറെ ആരെയും ഒക്കെ തോറ്റതുപോലെ ആയിരിക്കില്ല നിലമ്പൂരിൽ സ്വരാജ് സഖാവ് തോറ്റാൽ. അല്ല, നിങ്ങൾ മറ്റേ തലപ്പൊക്കത്തിലാണല്ലോ സ്വരാജ് സഖാവിനെ വെച്ചേക്കുന്നത്. തോക്കില്ലെന്ന്. തോക്കണമെങ്കിൽ അല്ലേ അതിനെ പറ്റി ചിന്തിക്കേണ്ടത്. നിങ്ങൾ തോക്കില്ല. UDF വെറുതെ മത സംഘടനകളൊക്കെ കൂട്ടുപിടിച്ച് വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലേ
വോട്ടാണ് UDF-നെ ജയിപ്പിച്ചത്. PDP-യുടെ വോട്ടം. അയ്യോ അയ്യോ, PDP ആണെങ്കിൽ തീവ്ര അതൊന്നും അല്ലല്ലോ. ഞങ്ങക്ക് അതെ അതെ അതെ, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും മറ്റേ SDPI-യുമായിട്ടും മറ്റേ PFI-യുമായിട്ടും ഒന്നും ഒരു ബന്ധം ഇവർക്ക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വർഗീയ ശക്തികളുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവും ഇല്ലാത്ത. പക്ഷെ ചെങ്ങന്നൂരിലെയും പത്തനംതിട്ടയിലെയും ചില പഞ്ചായത്തുകളിൽ ഭരിക്കുന്നത് ഇവരൊക്കെ ഒന്നിച്ചു ചേർന്നാണ്. നിങ്ങൾ ഇടുമ്പോ ബർമൂഡ, ലവരിട്ട വള്ളികളസം. ഞങ്ങൾക്ക് മതസംഘടനകളുടെ വോട്ട് ആവശ്യമില്ല, ജനങ്ങളുടെ വോട്ട് മതി. സംഘടനകളുടെ വോട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല, പിന്നെ നിങ്ങൾ എന്തിനാണോ മറ്റേ NSS-ന്റെ വാതിൽ നിരങ്ങാനും SNDP-യുടെ വാതിൽ നിരങ്ങാനും ഒക്കെ പോകുന്നത്? നിങ്ങൾക്ക് സംഘടനകളുടെ ഒന്നും വോട്ട് വേണ്ടെങ്കിൽ പിന്നെ ഈ അരമനയിലോട്ട് കയറി ഇറങ്ങി നിരങ്ങാൻ പോകുന്നതൊക്കെ എന്തിനാ? അത് പിന്നെ സമുദായങ്ങളിൽ നമ്മൾ ഒന്നിച്ചു നടത്തണം. അത് ഐക്യദാർഢ്യം. PV അൻവർ നേടുന്ന ഓരോ വോട്ട് UDF-ന്റേതായിരിക്കും, അല്ല സ്വരാജിന് മാത്രം വോട്ട്. സ്വരാജിന് മാത്രമായിരിക്കും നിലമ്പൂര് കിട്ടാൻ പോകുന്നത്. അതെ, സ്വരാജിന് മാത്രമുള്ളതാണ് നിലമ്പൂര്. അതെ അതെ, എന്തായാലും ഒരാള് പോയല്ലോ, ആളിന്റെ ബലം കൊണ്ടൊന്നുമല്ല, പാർട്ടിയുടെ ബലം കൊണ്ട് അവിടെ കിട്ടിയത് കേട്ടോ. തിരമാല വിചാരിക്കും തിരമാല ഇളകുന്നത് കടലിളകുന്നത് കൊണ്ടാണെന്ന്. പക്ഷെ കടലിളകുന്നത് കൊണ്ടാണ് തിരമാല ഇളകുന്നത്. അത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ചിഹ്നത്തിലാണ് മത്സരം. അപ്പൊ യൂസഫ് പട്ടാൻ വരുമ്പോൾ നിങ്ങൾ ആരെ കൊണ്ടുപോകും നിലമ്പൂരോട്? നിങ്ങളുടെ ക്യാപ്റ്റൻ തന്നെയാണോ? ഞങ്ങൾ തിരുമോന്ത തന്നെയാണോ നിലമ്പൂരിൽ നിങ്ങൾ കാണിക്കുന്നത്? സർപ്രൈസ് ആയിട്ട് ഒരാളെ ഇറക്കും. സണ്ണി ലിയോണി ആയിരിക്കും. വേണം കാണാനല്ലേ, കൊണ്ടുവന്നാൽ ഞാൻ പോയി കാണാം. അപ്പൊ കിട്ടാതെ വന്നൊരു പുളിക്കും. അതെ, എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത്. എന്ത് കിട്ടാൻ? നിലമ്പൂരിൽ എല്ലാരും ഇങ്ങനെ വായ നോക്കി മേലോട്ട് വെള്ളം ഇറക്കി നിൽക്കുകയാണ്, ഈ മുന്തിരി ആർക്ക് കിട്ടുമെന്ന്. ഞങ്ങൾക്ക് തന്നെ കിട്ടും. അത് മറ്റു ബാക്കിയുള്ളവരൊക്കെ വെള്ളം വാങ്ങി വെച്ചാൽ മതി കേട്ടോ, കണ്ട് കൊതിക്കുന്നത്. ഞങ്ങളുടെ സ്വരാജിനുള്ളതാണ് നിലമ്പൂര്. ഓരോ അരിമണിയും ആരുടേതാണെന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടല്ലേ? അതെ, നിലമ്പൂരിലെ പേര്, നിലമ്പൂരിലെ സീറ്റ് ഞങ്ങൾ LDF-ലുള്ളതാണ്. അതിപ്പോ ആര് വന്നാലും പോയാലും, ആര് ചതിച്ചിട്ട് പോയാലും, ആര് തപാല് കുട്ടി, ആര് അല്ലെങ്കിൽ ഞങ്ങൾ വോട്ടിംഗ് മെഷീൻ നമ്മൾ തൂക്കും അല്ലേ? അതെ, ആര് ബാപ്പയ്ക്ക് വിളിച്ചിട്ട് പോയാലും നിലമ്പൂരിലെ സീറ്റ് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾ LDF-നുള്ളതാണ്. അതെ സുഹൃത്തുക്കളെ, നിങ്ങൾ മറക്കരുത്. 3 ദിവസം പോകുന്നുണ്ടല്ലോ മുക്കിനോടെ. പോണുണ്ട്. പുള്ളിനെ തല കാണിക്കില്ലെന്നൊക്കെ പറഞ്ഞിടെ പുള്ളി നെഞ്ച് വരിച്ചേനെ പോണുണ്ട് കേട്ടോ. നെഞ്ചത്ത് 2 ഓട്ടയാണെന്ന് മാത്രം. ഇത് കണ്ടോ ഓട്ട? കണ്ടോ ഈ അവസരത്തിൽ എന്നാലും നിങ്ങൾ ആരെ കൂട്ടുവരും? അവര് യൂസഫ് പട്ടാനെ ഇറക്കുമ്പോൾ അവര് യൂസഫ് പട്ടാനെ കൊണ്ടുവരുന്ന അവര് നേതാവായണ്ടല്ലേ, ഒരു TMC നേതാവായണ്ടല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ നേതാവായിട്ട് ക്രിക്കറ്റിൽ ആരും ഇല്ലല്ലോ, പിന്നെ ഞങ്ങൾ ആരെ കൊണ്ടുവരാനാണ്? ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ പിന്നെ ആകെയുള്ള ഒരു പിണറായി മാത്രമാണ്. ഞങ്ങൾക്ക് സിനിമ നടനുണ്ട് ഗണേഷ്, മുകേഷ്, ഗണേഷ്, ഇവരൊക്കെ പെണ്ണുങ്ങൾ എടുത്തോട്ട് തന്നെ കൊണ്ട് നിർത്തണം കേട്ടോ. കൊല്ലത്തെ പാർട്ടി പരിപാടി നടന്നപ്പോഴത്തേക്ക് ഗോവിന്ദ പറഞ്ഞു പെണ്ണുങ്ങൾ സഖാത്തികളെല്ലാം അകത്ത് കയറുന്നു പറഞ്ഞിട്ടാണ് മുകേഷിനെ അവിടെ കൊണ്ടുവന്നത്. നിങ്ങളാണ് ഈ നിലമ്പൂരിൽ മുകേഷിനെ എഴുന്നള്ളിക്കാൻ പറ്റും. എന്താ പായാടോ, കൊല്ലങ്കാർക്ക് പോലും അങ്ങേരെ വേണ്ട, പിന്നെയാണ് കൊല്ലങ്കാർക്ക് വേണമെന്ന് കൊല്ലങ്കാര് പറഞ്ഞു. കൊല്ലങ്കാര് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുകേഷിനെ അവിടെ നിർത്തി ഒന്ന് ജയിപ്പിച്ച് കാണിക്കാവോ? നിങ്ങൾക്ക് ബെറ്റ് വെക്കണോ? പുള്ളി ജയിക്കും. അന്തസ് വേണം, അന്തസ് കേട്ടോ. കാണാം, ഞങ്ങള് കൊല്ലത്തും നേടും, നിലമ്പൂരും നേടും, നിലമ്പൂരും നേടും, മൊത്തത്തിൽ കേരളം മൊത്തം ഞങ്ങൾ എടുത്തോണ്ട് പോകും. ഉള്ളത് എല്ലാ അക്കൗണ്ട് BJP-യുടെ ഒരു അക്കൗണ്ട് പൊട്ടിച്ചവരാണ് ഞങ്ങൾ, മറക്കരുത്. ഒരു അക്കൗണ്ട് കൊടുത്തത് നിങ്ങളാണ്, നിങ്ങൾ തന്നെ കൊടുത്തത്. കാലുവാരി അവിടെ തോപ്പിച്ചതും പോരാ. ആരെ തോപ്പിച്ച്? കുറെ കാര്യം കൊണ്ട് നിങ്ങൾ പറയുന്നില്ല ഞങ്ങൾ തോപ്പിച്ചെന്ന്. ഞങ്ങൾക്ക് എന്നെ ആവശ്യമില്ല. മേഴ്സി പറ്റിക്കുകയും ചെയ്ത് അവരിനിയിപ്പം യൂസഫ് പട്ടാനെയും കൊണ്ടുവരുന്നു. യൂസഫ് പട്ടാൻ വന്ന് ഞങ്ങൾക്ക് യാതൊന്നും പേടിക്കാനില്ല. കാരണം അത് കുട്ടികളെ, അത് ക്രിക്കറ്റ് താരമല്ല, അത് TMC നേതാവാണ്. മുദ്ര ശ്രദ്ധിക്കണം കേട്ടോ, മുദ്ര ശ്രദ്ധിക്കണം. ക്രിക്കറ്റ് നേതാവ്, ക്രിക്കറ്റ് കളിക്കാനല്ല, നേതാവ് TMC-യുടെ നേതാവായാണ് പറഞ്ഞത്. ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരും. ചെന്ന് വിളിച്ചാൽ മതി, നാളെ തന്നെ ഇറങ്ങി വരും മേഴ്സി. നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നില്ല. ആരും നിങ്ങൾ കണ്ടുവാടോ, കൊണ്ടുവരും. എന്നിട്ട് എന്ന് കൂടെ അടിക്കും. അയാൾ ക്രിക്കറ്റ് അല്ല, സോറി, ഫുട്ബോൾ കളിച്ചോണ്ട് നടക്കില്ല. ഞങ്ങൾ എങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് പിടിച്ചോണ്ട് വരണോ? ഒന്ന് ഫ്രീ ആവട്ടെ, ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. ഞങ്ങൾ പറഞ്ഞത് എല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രകടന പത്രികയിൽ നടപ്പാക്കാത്ത ഇനിയും കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കി ആദ്യം നോക്ക്, പിന്നെ നടപ്പിലാക്കാത്തത് നടപ്പിലാക്കിയതിനേക്കാൾ കൂടുതൽ നടപ്പിലാക്കാത്തതാണ്. അതെന്തെന്നല്ലേ എളുപ്പം.
അത് പിന്നെ 10 വർഷം കൊണ്ട് ഞങ്ങൾ എന്തൊക്കെ നടപ്പിലാക്കി 5 വർഷം കൂടെ നടപ്പാക്കി തരും. പിന്നെ എല്ലാം നടപ്പിലാക്കി തരാം. 5 വർഷം കൂടി താ എരിക്കങ്ങോട്ട് തരും തരും. ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ് ജനങ്ങളോടുള്ള ജനങ്ങൾക്ക് നിങ്ങളോട് ഒരു കോൺഫിഡൻസും ഇല്ല. ഉണ്ട്. ആര് പറഞ്ഞേ? ചില ശത്രുക്കൾക്ക് ഞങ്ങളോട് കോൺഫിഡൻസ് ഇല്ല, ചില ശത്രുക്കൾക്ക്. പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ ഞങ്ങളോട് നിങ്ങളോടുള്ള മറ്റേ കോൺഫിഡൻസ് മറ്റേ ദേശീയപാത പോലെ പൊളിഞ്ഞു പോയി. പൊക്കോ കുരിയാട് പോലെ പൊളിഞ്ഞു. ഒലിക്കട മൂട്. ഒലക്കര മൂട്.